സഹോദരന്മാരെ, മരിക്കില്ലെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. മരണം വരുമ്പോൾ വരട്ടെ, അതിപ്പോൾ ചർച്ച ചെയ്ത് വെറുതെ ഉള്ള സമാധാനം കെടുത്തണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ ഉള്ള ജീവിതം ഇപ്പോൾ ആസ്വദിക്കാനുള്ളതാണ്. പ്രസന്റിൽ ജീവിക്കുക, പാസ്റ്റിനെ വിട്ടേക്കുക, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്ന പലതരത്തിലുള്ള ഇക്വേഷൻസ് സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്റെ വിഷയത്തിലും അത്തരം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് ധൈര്യസമേതം തനിക്കിഷ്ടമുള്ളതെല്ലാം ആസ്വദിച്ച് മുന്നോട്ടു പോകുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, അതൊരു സത്യമാണ്. 1, 2, 3 എണ്ണി നിർത്തിയാൽ പിന്നീട് നമ്മൾ അറിയാതെ പറയുന്ന ലെറ്റർ 4 എന്നതാണ്, 4 എന്നതാണ്. ഇതുപോലെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചൊരു സംവിധാനമാണ്. നിസാരമായ ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി മാതാവിന്റെ ഗർഭത്തിൽ പടിപടിയായി അവനെ പോറ്റി. അടുത്ത സ്റ്റെപ്പ് അവൻ ഭൂമിയിലേക്ക് ജനിച്ചു വീണു. പിന്നീട് അവിടെ അവന്റെ ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്കതയും ഒരുപക്ഷെ താണ്ടിക്കിടന്നിട്ടോ അല്ലെങ്കിൽ അതൊന്നും കിടക്കാതെയോ വിവിധങ്ങളായ പ്രായത്തിൽ അവൻ മരിച്ചു പോകുന്നു. പിന്നീട് അവനെ കബറടക്കുന്നു. പിന്നീട് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ഇത് പടച്ച റബ്ബിന്റെ മാറ്റമില്ലാത്ത തീരുമാനമാണ്. നാം ഈ സത്യത്തെ ഉൾക്കൊണ്ടാലും ശരി, നാം ഈ സത്യത്തിന് വിരുദ്ധമായി കൊണ്ട് ജീവിച്ചാലും ശരി, ഇതൊന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ എനിക്കിപ്പോൾ സമയമില്ല. തിരക്ക് പിടിച്ച ജീവിത സാഹചര്യമാണ്. തന്റെ ഭൗതിക ലോകം ഇപ്പോൾ സെറ്റിൽമെന്റ് ചെയ്യേണ്ട സമയമാണ്. എന്റെ പ്രൊഫഷൻ രംഗത്ത് കൂടുതൽ ഹൈപ്പിനെ കുറിച്ച്, അതിന്റെ ഉയർച്ചയെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമാണ്. വീടും സൗകര്യങ്ങളും സംവിധാനിക്കേണ്ട സമയമാണ്. മക്കളുടെ ഭാവിയെക്കുറിച്ച് അത് ഉറപ്പിക്കേണ്ട, അത് ചിട്ടപ്പെടുത്തേണ്ട സമയമാണ്. ഈ സമയത്ത് പ്രഭാഷണങ്ങളും അതുപോലെ തന്നെയുള്ള ഇത്തരത്തിലുള്ള മരിച്ചു ചെന്നാലുള്ളതിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും അതുപോലെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുമൊന്നും ഓർക്കാനും ചിന്തിക്കാനും ഈ തലച്ചോറിൽ സ്പേസിൽ നിന്ന് ചിന്തിക്കുന്ന ഒരുപാട് ബുദ്ധിജീവികളെന്ന് ചമയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണിത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അബസയുടെ 12 മുതൽ 17 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പറയുകയാണ്. മനുഷ്യനെ അള്ളാഹു നുത്ഫത്തിൽ നിന്നുണ്ടാക്കി, പിന്നീട് അവൻ നിശ്ചിത സമയം മാതാവിന്റെ ഗർഭത്തിൽ അവൻ കഴിച്ചുകൂട്ടി, പിന്നീട് അവൻ പുറത്തേക്ക് വന്നു, ഭൂമിയിൽ അവൻ ജീവിക്കുന്നു. സുമ്മ അമാതഹു ഫഅഖ്ബറ, പിന്നീട് അവനെ നാം മരിപ്പിക്കുന്നു, പിന്നീട് അവനെ നാം ഖബറടക്കുന്നു എന്നതാണ്. സുഹൃത്തുക്കളെ, വളരെ വിദൂരത്ത് നടക്കാനിരിക്കുന്ന ഒരു വളരെ വിദൂര ഭാവിയെക്കുറിച്ച്, അങ്ങനെയുള്ളൊരു സംഭവത്തെക്കുറിച്ച്, അന്ന് നടക്കാനുള്ളൊരു കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ ഈ സംസാരിക്കുന്നത്. മറിച്ച് നമ്മുടെ ഈ അടച്ച നമ്മുടെ കണ്ണുകൾ തുറക്കും മുമ്പ് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയം ഒന്ന് നിലച്ചു പോയാൽ, അകത്തേക്കെടുത്ത ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ലോകത്തെക്കുറിച്ചാണ് നാം ഈ സംസാരിക്കുന്നത്. ഈ പ്രൊഫൈസ് കഴിഞ്ഞ് നമ്മുടെ വാഹനത്തിൽ കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് പോകാനും, വീട്ടിൽ ചെന്നൊന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് നമ്മുടെ ബെഡ്റൂമിൽ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാനും ആഗ്രഹിച്ചിരിക്കുന്ന നമ്മൾ ആ ബെഡ്റൂമിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കാൻ നമുക്കാവില്ല. ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്കാകുമോ, നമ്മുടെ ഖബറിലേക്കാകുമോ നമ്മൾ എത്തിപ്പെടുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത, ഉറപ്പിക്കാൻ പറ്റാത്ത ബലഹീനരാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കാം, നമുക്ക് നല്ല ഫിസിക്കലി നല്ല കപ്പാസിറ്റിയും നല്ല പവറും ഉണ്ടായിരിക്കാം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ലോകം എന്തെല്ലാം കണ്ടെത്തി എന്ന്. മനുഷ്യന്റെ ചിന്തകളെ പോലും റീഡ് ചെയ്ത് അതിനുള്ള ഔട്ട്പുട്ട് നൽകാൻ നമ്മുടെ കൈകളിലുള്ള ഇത്തരത്തിലുള്ള ഡിവൈസസുകൾക്ക് സാധിക്കുന്നു എന്ന് നമ്മൾ വലിയ കാര്യമായിട്ട് പറയുമ്പോൾ, വേദനയറിയാതെ മരിക്കാൻ, സൂയിസൈഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയി. ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 800 കോടിയിലധികം ജനങ്ങളെക്കാളും മണ്ണിനടിയിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഉണ്ട് സഹോദരന്മാരെ. അഹ്യാഅൻ വ അംവാത. ഈ ഭൂമിയെ അല്ലാഹ് സംവിധാനിച്ചത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഇവിടെ മരിച്ചുപോയിട്ടുള്ള ആളുകളെ പോലും കബറടക്കുന്നതും ഈ മണ്ണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മേക്കാളും എത്രയോ വലിയ സംഖ്യ മണ്ണിനടിയിൽ കഴിച്ചുകൂട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്മാരൊക്കെ മരിക്കാതിരിക്കാൻ എത്രയോ ആളുകൾ ആഗ്രഹിച്ചിരുന്നു. 10,000-കണക്കിന് രോഗികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ
വലിയ വലിയ ഡോക്ടർമാർ, എത്രയോ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, എത്രയോ കാര്യങ്ങൾ, എത്രയോ ശാസ്ത്രരംഗത്ത് സംഭാവനകൾ അർപ്പിച്ച സയന്റിസ്റ്റുമാർ, അവരെല്ലാം ചരിത്രമായി മാറിയെങ്കിൽ സഹോദരന്മാരെ, ഇത് നടക്കാനിരിക്കുന്ന ഒരു സത്യമാണ്. മരണത്തെ തടയാനുള്ള ഒരു സെറ്റപ്പും ഒരു സംവിധാനവും നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. അടുത്ത നിമിഷം, ഗദ് എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷമാണ്. അടുത്ത സെക്കൻഡിൽ നാം എന്ത് ചെയ്യുമെന്ന് തീർപ്പാക്കി പറയാനുള്ള കെൽപ്പ് പോലും ഇല്ലാത്തവരാണ് സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ ഒരു കാര്യം നാളെ ഞാൻ ചെയ്യുമെന്ന് തീർപ്പ് നീ പറയരുത്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ നമ്മുടെ ദുർബലതയാണ്. നമുക്കുള്ള സ്ട്രെങ്തിനെ ഒന്നും നിസാരമായി കാണുന്നില്ല. നമുക്കൊരുപാട് കഴിവുകളുണ്ട്, നമ്മൾ ഒരുപാട് നേടിയിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഉന്നതിയിലാണ്. വബില്ലാഹി തൗഫീഖ്, അൽഹംദുലില്ലാ. പട്ടിണി കിടക്കേണ്ട അവസ്ഥ നമുക്കില്ല. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് പലരും കരകയറി ഉന്നതമായ സൗകര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സേ അൽഹംദുലില്ലാ. അതെല്ലാം ഉണ്ടെങ്കിലും സഹോദരന്മാരെ, നമ്മുടെ കൺട്രോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിലാണ്. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ ലൗ നശാഉ ജഅൽനാ. അല്ലാഹു പറയാണ്, നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഇന്ദ്രിയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ ഉണ്ടാക്കിയത്? അതല്ല നാമാണോ? വലഖദ് ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നാമാണ് അവരുടെ മരണത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനെ മുൻകടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. മരണ വീട്ടിൽ ഒരാൾ കയറി വന്ന് ചോദിച്ചു, പെട്ടെന്നാണോ മരണം എന്ന്. അയാൾക്ക് മറുപടി ലഭിച്ചു, അല്ല, വളരെ നേരത്തെ തീരുമാനിച്ചതാണ്. മാതാവിന്റെ ഗർഭത്തിലിരിക്കുമ്പോൾ സഹോദരന്മാരെ, നിശ്ചയിച്ച സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മരണം സംഭവിക്കും. വിശുദ്ധ ഖുർആനിൽ നമ്മൾ എല്ലാവരും ഓതിപ്പോകുന്ന ആയത്ത്, സൂറത്ത് ഇൻഷിഖാഖിന്റെ 6-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. നിങ്ങൾ ഓരോരുത്തരും ധൃതിപ്പിടിച്ച് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അധ്വാനം എവിടേക്കാണ്? ഈ പരിശ്രമം എവിടേക്കാണ്? മുഅ്മിനീങ്ങൾ, മുവഹിദീങ്ങൾ, മുഹ്സിനീങ്ങൾ, മുത്തഖികൾ, മുഖിനീങ്ങൾ, സാലിഹീങ്ങൾ, അല്ലാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവർ പടച്ച റബ്ബിലേക്ക് അവർ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീനിനെ വിസ്മരിച്ച് പരലോകത്തെ മറന്ന് ദുനിയാവിന്റെ പിന്നാലെ കെട്ടിമറിയുന്ന ട്രെൻഡുകളുടെ, അതുപോലെ തന്നെ മാറി വരുന്ന കൾച്ചറുകൾ വാരിപ്പുണർന്ന് അതെല്ലാം നെഞ്ചേറ്റിയാൽ മാത്രമേ ഞാനൊരു പരിഷ്കാരിയാവൂ എന്ന് ആരുടെയൊക്കെയോ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളും അധ്വാനത്തിൽ തന്നെയാണ്. ഈ അധ്വാനങ്ങളെല്ലാം എങ്ങോട്ടാണ്? ഇലാ റബ്ബിക, നിങ്ങളുടെ റബ്ബിലേക്കാണ്. ഈ നടത്തം റബ്ബിലേക്കാണ്, ഈ ഇരുത്തം റബ്ബിലേക്കാണ്, നമ്മുടെ ഉറക്കം റബ്ബിലേക്കാണ്. ഓരോ ദിവസവും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് പടച്ച റബ്ബിന്റെ കയ്യിലാണ്. നേരം വെളുക്കുമ്പോൾ അല്ലാഹു ആത്മാവിനെ നമുക്ക് തിരിച്ചു നൽകുകയാണ്. രാത്രിയിൽ മരിക്കാൻ അല്ലാഹു തീരുമാനിച്ചവരുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുകയും വീണ്ടും ജീവിക്കാൻ തീരുമാനിച്ച ആളുകളുടെ ആത്മാവിനെ പടച്ച റബ്ബ് തിരിച്ചു നൽകുകയും ചെയ്യുന്നത് കൊണ്ടാണ് നാം നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസി നേരം വെളുത്ത് എഴുന്നേറ്റ് പറയുന്ന വാചകം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എന്നെ വിളിച്ചുണർത്തിയ പടച്ച റബ്ബേ, നിനക്കാകുന്ന സ്തുതി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. അല്ലാഹുവേ, നീ എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു നൽകിയല്ലോ, നിന്നെ സ്തുതിക്കാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകിയല്ലോ, ആഫിയത്തുള്ള ആരോഗ്യം, ശരീരത്തിന് പ്രയാസങ്ങളില്ലാതെ എണീക്കാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ എന്ന് ഉച്ചരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ഈ ഓട്ടം റബ്ബിലേക്കാണ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ മരിക്കില്ല, ഇനിയും കുറെ കാലമുണ്ട് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കട്ടെ ഇപ്പോൾ എത്ര വയസ്സായി എന്ന്. സുഹൃത്തുക്കളെ, ആലോചിച്ചു നോക്കൂ, ഇപ്പോൾ നമുക്ക് എത്ര വയസ്സായി? ആ നീണ്ട വർഷങ്ങൾ കടന്നുപോയത്, വലിയ ഒരു നീണ്ട കാലത്തിന്റെ ഫീല് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? 35 കൊല്ലം, 45 കൊല്ലം, 55 കൊല്ലം, ഇങ്ങനെ 10, 20, 30 കൊല്ലം നമ്മൾ കഴിച്ചുകൂട്ടിയ നീണ്ട ദിനരാത്രങ്ങൾ, വലിയ കാലഘട്ടം കടന്നുപോയ ഫീല് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ വളരെ വേഗത്തിൽ
ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളും കഴിഞ്ഞു പോകുമെന്നാണ് അദ്ദേഹം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, നിങ്ങൾ വളരെ വിദൂരമായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത് എന്നതാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, മനുഷ്യരുടെ ഹിസാബ് അവരുടെ തൊട്ടടുത്തു തന്നെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിനെ കൂട്ടിയിരിക്കുക. മദീനയിലെ മണലിൽ 3 കൊള്ളിക്കഷ്ണങ്ങൾ പ്രവാചകൻ നാട്ടിവെച്ചു. ഒന്ന് മറ്റൊന്നിന്റെ ചാരത്തും മറ്റൊന്ന് മൂന്നാമത്തേത് അല്പം അകലെയും സ്ഥാപിച്ചു. എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന്. അവർ പറഞ്ഞു, അല്ലാഹു റസൂലു അലം, അല്ലാഹുവും റസൂലിനുമാണ് അറിയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒന്നാമത്തെ കൊള്ളി നിങ്ങളാണ്, രണ്ടാമത്തെ കൊള്ളിക്കഷ്ണം നിങ്ങളുടെ മരണമാണ്, അകലെ ഞാൻ നാട്ടിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ്. സുഹൃത്തുക്കളെ, തിരക്ക് പിടിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഈ ഓട്ടം ഏത് അവധി വരെ, ഏത് സമയം വരെ, എവിടം വെച്ച് നിലക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. നമ്മുടെ വീട് ഏറ്റവും നല്ല ഫെസിലിറ്റിയിലാണ്, ഏറ്റവും നല്ല എഞ്ചിനീയറോട് എല്ലാ സേഫ്റ്റി മെഷർമെന്റുകളും പൂർത്തീകരിച്ചുകൊണ്ടാണ് നാം നിർമ്മിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വാഹനങ്ങൾ എല്ലാ തരത്തിലുമുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും എൻഷുർ ചെയ്ത വാഹനമാണ് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗത്തും നമ്മൾ സുരക്ഷ ഉറപ്പാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വിലപിടിപ്പുള്ള വാഹനങ്ങൾ ഇടിച്ച് തകർന്ന് എത്ര പേര് മരണപ്പെട്ടു പോയി. എല്ലാ എഞ്ചിനീയറിംഗിന്റെ മെഷർമെന്റും പൂർത്തീകരിച്ച് പടുത്തുയർത്തിയ ഭവനങ്ങൾ നിലംപൊത്തിയിട്ട് എത്ര ആളുകൾ മരണപ്പെട്ടു പോയി. യാതൊരു തരത്തിലുമുള്ള അപകടങ്ങൾ സംഭവിക്കാതെ പൂർണ്ണ ആരോഗ്യമുള്ള എത്ര മനുഷ്യന്മാരുടെ മയ്യത്താണ് നമ്മൾ ഖബറിൽ കൊണ്ടുപോയി അടക്കി വെച്ചത്. ഓരോ മയ്യത്തും ഖബറിലേക്ക് അടക്കി തിരിച്ചു പോരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ കിടക്കുന്ന വ്യക്തി ഞാനായിരുന്നെങ്കിലെന്ന്? മയ്യത്ത് കാണാൻ പോകുമ്പോൾ ഈ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു നിർത്തിയ മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ, എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ ജ്യേഷ്ഠാനുജന്മാർ, എന്റെ മുഖം മറ്റുള്ളവർക്ക് കാണാൻ തുറന്നു കൊടുക്കുന്നു. ആളുകൾ വന്ന് കാണുന്നു. അങ്ങുമിങ്ങുമായിട്ട് വീട്ടിന്റെ പരിസരത്ത് അവർ കൈ താടിക്കും കൊടുത്ത് നിൽക്കുന്നു. നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ മോശം മനുഷ്യനായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ആ മയ്യത്തിനെ ആളുകളെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. ഒന്നാമത്തെ സൊഫിൽ നിർത്തിയിട്ട് ആളുകൾ നമസ്കരിക്കുന്നു. പിന്നീട് അതിനപ്പുറത്തുള്ള ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഇറക്കി വെച്ച് അതിന് മീതെ കുരുടീസ് ബാഗി 3 പിടി മണ്ണ് വാരിയിട്ട് അല്ലാഹുമ്മ സബ്ബിതു ഇൻദ സുആൽ എന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്ന ആ മയ്യത്ത് ഞാനും നിങ്ങളുമാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും നാം പടുത്തുയർത്തിയ ഭവനങ്ങളിൽ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഏറ്റവും സുരക്ഷിതമായി കഴിച്ചുകൂട്ടുമ്പോ ആ 6 അടി മണ്ണിൽ കിടക്കുന്നതിനെ നാം റിയലൈസ് ചെയ്തിട്ടുണ്ടോ? നാം ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സഹോദരന്മാരെ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരു അപകട വളവ് മുന്നിലുണ്ടാകുമ്പോൾ ട്രാഫിക്കിൽ അവിടെ ഒരു അപകട വളവുണ്ട് എന്ന ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. സ്കൂൾ സോൺ ആണെന്ന് പറയും, ആക്സിഡന്റ് പ്രോൺ സോൺ ആണെന്ന് പറയും. എന്തിനാണിത്? സ്വസ്ഥമായി സഞ്ചരിക്കുന്ന മനുഷ്യന്മാരുടെ സ്വാസ്ഥ്യ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കാൻ വേണ്ടി ആളുകൾക്ക് ഫ്രസ്ട്രേഷൻ കോരിയിടുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള മുന്നിലെ ആശങ്കകളെ എന്തിനാണ് ട്രാഫിക് ബോർഡുകളായി സ്ഥാപിച്ചത് എന്ന് അന്തമുള്ള ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ബുദ്ധിയുള്ള ആരെങ്കിലും ചോദിക്കാറുണ്ടോ? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണതെന്ന് നാം എല്ലാവരും ഉൾക്കൊള്ളാറുണ്ട്, അല്ലേ സഹോദരന്മാരെ? എന്നാൽ നാളെ വരാനിരിക്കുന്ന, അടുത്ത നിമിഷം വരാനിരിക്കുന്ന ഒരു മരണത്തെക്കുറിച്ച് ഉപദേശിക്കുമ്പോൾ എന്തിനാണ് സഹോദരന്മാരെ നിഷേധാത്മകമായി ആളുകൾ ചിന്തിക്കുന്നത്? സ്വാസ്ഥ്യം കെടുത്തുകയാണെന്ന് പറയുന്നത്, സമാധാനത്തിന് വിള്ളലാണെന്ന് പറയുന്നത്. വരാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഞാനും നിങ്ങളും മൂടിവെച്ചാൽ അത് വരാതിരിക്കുമോ? ഇന്നത്തെ പത്രത്തിൽ എത്ര മയ്യത്ത് നമ്മൾ കണ്ടു, എത്ര ആളുകളുടെ മയ്യത്ത് നമ്മൾ സന്ദർശിച്ചു, അല്ലേ? എന്റെ നാട്ടിൽ മരണവാർത്ത അറിയിക്കാനായിട്ടൊരു ഗ്രൂപ്പുണ്ട്. രാവിലെ ഒരു സഹോദരൻ ഒരു മരണവാർത്ത പോസ്റ്റ് ചെയ്യാണ്. വൈകുന്നേരം മറ്റൊരു സഹോദരൻ മറ്റൊരു മരണവാർത്ത പോസ്റ്റ് ചെയ്യാണ്. ഈ വൈകുന്നേരം മരണവാർത്ത പോസ്റ്റ് ചെയ്ത് ആരുടേതാണെന്നറിയോ? രാവിലെ നാട്ടിൽ ഇന്നയാൾ മരിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട വ്യക്തി വൈകുന്നേരം മരിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരാൾ പോസ്റ്റ് ഇടുകയാണ്. സഹോദരന്മാരെ, ഇത് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മക്കൾ വരെ മരണപ്പെട്ടു പോകുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. മുങ്ങി മരിക്കുന്നു, ആക്സിഡന്റിൽ മരിക്കുന്നു. ജിമ്മിന് പോയ എന്റെ നാട്ടിലെ 2 കുട്ടികൾ +1 പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ ബൈക്ക് ആക്സിഡന്റ് ആയി. ഒരുത്തൻ ലെഫ്റ്റിലേക്കും മറ്റൊരുത്തൻ റൈറ്റിലേക്കും വീണു. റൈറ്റിലേക്ക് വീണവന്റെ ദേഹത്തേക്ക് ഏറ്റവും വലിയ ഫുൾ ലോഡുമായി വരുന്ന ഒരു ടോറസ് ലോറി കയറിയിട്ട് അവന്റെ തല മുഴുവൻ ചതഞ്ഞരഞ്ഞു പോയി. സഹോദരന്മാരെ, മയ്യത്ത് കാണാൻ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ആ വീട്ടിൽ വന്നിരുന്നു. പക്ഷെ കാണാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ബോഡി മാത്രമാണ് ഉണ്ടായിരുന്നത്, തല ഉണ്ടായിരുന്നില്ല.
ചുറുചുറുക്കിന്റെ, ആരോഗ്യത്തിന്റെ ആ ഒരു ഏറ്റവും നല്ല സമയമെന്ന് പറയുന്ന ആ സമയത്താണ് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കബറടക്കി തിരിച്ചു പോകുന്നത്. ഈ യാഥാർത്ഥ്യം സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും നേരിടാനുള്ളതാണ്. ഐനമാ കുന്തും ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. എന്തെല്ലാം തരത്തിലുള്ള സേഫ്റ്റികൾ ഉണ്ടെങ്കിലും ശരി, മരണം നിങ്ങളുമായി മീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉണ്ടാക്കിയ വലിയ സൗധങ്ങൾക്കകത്ത് ഏറ്റവും സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിലും ശരി, മരണം അവിടെയും കയറി വരും. ഒരു ഓട് പോലും ഇളക്കാതെ, വാതിൽ ചവിട്ടി തുറക്കാതെ, ഒരു അനക്കം പോലും ഒരു മാറ്റം പോലും സംഭവിക്കാതെ, കൂടെ ഇരിക്കുന്ന ഒരാളും അറിയാതെ, കൂടെ ഉറങ്ങുന്ന ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, നമ്മുടെ മക്കൾ അറിയാതെ, ആരാണോ മരിക്കുന്നത് ആ മനുഷ്യന്റെ ആത്മാവിനെയും എടുത്തു കൊണ്ടുപോകുന്ന ആ ഒരു നിമിഷം സഹോദരന്മാരെ നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. ഏത് സമയവും നിങ്ങളുടെ ഈ ലദ്ദത്തുകൾ മുഴുവൻ നിശ്ചലമായി പോകും, ഇതെല്ലാം നിന്നു പോകും. അതുകൊണ്ട് എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ സുഹൃത്തുക്കളെ നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഖബറിനെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഞാൻ ഖബർ കണ്ടിട്ടുണ്ട്, നരകവും കണ്ടിട്ടുണ്ട്. മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. നരകത്തെക്കാളും ഭീകരമായ ശിക്ഷ ഞാൻ കണ്ടത് ഖബറിലാണെന്നാണ്. ആളുകൾ 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോരുമ്പോൾ, ആളുകളുടെ കാലടി ശബ്ദം അവസാനിക്കുമ്പോൾ, ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് നമ്മെ പിടിച്ചിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ഉത്തരം കൊടുക്കാനുള്ളത്? അവിടെ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ ഖബറിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ശിക്ഷയിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ട് നാം എന്താണ് ചെയ്തു കൂട്ടിയത്? ഖബറിൽ സ്വാസ്ഥ്യം കെടുത്തുന്നത്, നമസ്കാരം ഉപേക്ഷിച്ചവരുടെ തല ചതച്ചരക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കവിടെ സേഫായി കിടക്കാൻ സാധിക്കുമോ? കളവ് പറഞ്ഞവന്റെ മുഖം വലിച്ചു കീറുമെന്ന് പറഞ്ഞു. വ്യഭിചരിച്ചവൻ അടിഭാഗം വിശാലവും മുകൾ ഭാഗം കുടുങ്ങിയതുമായ ഒരു ചെമ്പിനകത്ത് വിവസ്ത്രരായി സ്ത്രീകളും പുരുഷന്മാരും അവിടെ കത്തിക്കപ്പെടുമെന്ന് പറഞ്ഞു. പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ മുഴുകിയ ആളുകൾ രക്തപ്പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുമെന്നും കൂർത്ത കല്ലുകൾ അവരെ വലിച്ചെറിയുമെന്നും അത് അണ്ണാക്കിൽ പതിച്ച് അന്നനാളത്തെ മുഴുവൻ കീറി മുറിച്ച് മലദ്വാരത്തെ പിളർത്തി പുറത്തേക്ക് പോകുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. നമുക്കവിടെ സേഫായിരിക്കാൻ പറ്റുന്ന രീതിക്കാണോ നമ്മുടെ മുന്നോട്ട് പോക്ക് എന്ന്? ഈ കണ്ണു മിഴിക്കുമ്പോൾ, ഈ കാത് കേൾക്കുമ്പോൾ, ഈ ഹൃത്തടത്തിൽ ചിന്തകൾ രൂപപ്പെടുമ്പോൾ, നമ്മുടെ കൈയും കാലും ചലിപ്പിക്കുമ്പോൾ ആ ഖബറിൽ കിടക്കണമെന്ന ബോധം നമുക്ക് എത്ര പേർക്കുണ്ട് എന്നത് സഹോദരന്മാരെ ചിന്തിക്കേണ്ടതാണ്. അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് ജീവിതയാത്ര ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരഞ്ഞത്. സ്വർഗ്ഗനരകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇല്ലാത്ത കരച്ചിൽ എന്താണ് ഖബർ കാണുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നൽ ഖബറ അവ്വലു മൻസിലത്തിൻ മിൻ മനാസിലിൽ ആഖിറ. പരലോകത്തേക്കുള്ള യാത്രയിൽ ആദ്യം ഇറങ്ങാനുള്ള സ്റ്റോപ്പാണ് ഖബർ. ആ ഖബറിലുള്ള സ്വീകരണം, ആ ഖബറിലുള്ള അനുഭവം പോസിറ്റീവായാൽ അവിടുന്ന് അങ്ങോട്ട് സന്തോഷമാണ്. ആ ഖബറിലെ അനുഭവം ദുരനുഭവമായാൽ, പ്രയാസജനകമായാൽ, ശിക്ഷയായാൽ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് അസഖ്യമാണ്. സഹോദരന്മാരെ, എല്ലാവരും നിഷേധിയും അതുപോലെ തന്നെ വിശ്വാസിയും എല്ലാവരും പടച്ച റബ്ബിന്റെ മുമ്പിൽ വരും. തുഹ്ശറൂന ഹുഫാതൻ ഖുറാതൻ ഉർല. ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ, കയ്യിൽ നയാ പൈസ ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എല്ലാവരും ഹാജരാക്കപ്പെടും. വലഖദ് ജിഅതുമൂന ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ എല്ലാവരും ഒറ്റയ്ക്ക്, കുടുംബമില്ലാതെ. വലയുസ്അലു ഹമീമുൻ ഹമീമ. കുടുംബത്തെ പരസ്പരം ചോദിക്കാതെ, യാതൊരുവിധ ബന്ധവുമില്ലാതെ, യാതൊരു തരത്തിലുമുള്ള പരിചയം പോലും നടിക്കാത്ത കോലത്തിൽ സ്വന്തം ബന്ധുക്കൾ പോലും സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ടോടുന്ന ഒരു പരലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. സഅമല്ലദീന കഫറു വല്ല യുബഅസു ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യനിഷേധികൾ പറഞ്ഞു മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല. നബിയെ പറയൂ, ബലാ വറബ്ബി ലതുബഅസുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. സഹോദരന്മാരെ, ചോദിക്കട്ടെ, ഇതെല്ലാം ഒരു സാങ്കല്പികമാണെന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളാണോ? നിങ്ങളെ രൂപപ്പെടുത്തിയ നിങ്ങളാണോ? നിങ്ങളുടെ ശരീരത്തെ ചൂസ് ചെയ്ത നിങ്ങളാണോ? നിങ്ങളുടെ പാരന്റ്സിനെ തെരഞ്ഞെടുത്ത നിങ്ങളാണോ? നിങ്ങൾ ജനിച്ച നാടിനെ തെരഞ്ഞെടുത്ത നിങ്ങളാണോ? നിങ്ങളുടെ ശബ്ദത്തെ തെരഞ്ഞെടുത്ത നിങ്ങളാണോ? അങ്ങനെ നമ്മൾ നമ്മുടേതെന്ന് പറയുന്ന എത്ര കാര്യങ്ങൾ, നമ്മുടെ അടിസ്ഥാനപരമായ എത്ര വിഷയങ്ങൾ നാമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളല്ലെങ്കിൽ
ആരാണതുണ്ടാക്കിയത്? ആ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ കൃത്യമായി പറയുന്നു, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന്. സ്വന്തത്തെ വിസ്മരിച്ചു പോയ മനുഷ്യൻ അവൻ പടച്ച റബ്ബിനെ ചോദ്യം ചെയ്യുന്നു, അവൻ അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നു, അവൻ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് അവൻ ചോദിക്കുകയാണ്, ആരാണ് ഈ നുരുമ്പിയെല്ലുകൾക്ക് വീണ്ടും ജന്മം കൊടുക്കുക എന്ന്. ഖുൽ, നബിയേ പറയുക, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറത്തിൻ, ആരാണോ ഈ മനുഷ്യനെ ആദ്യമായി ഉണ്ടാക്കിയത് ആ പടച്ച റബ്ബ് വീണ്ടും അവനെ ഉണ്ടാക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് മക്കയിലെ മുശ്രിക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്ത് യാസീനിന്റെ അവസാനത്തെ ഭാഗത്ത് അല്ലാഹു പഠിപ്പിക്കുന്നെങ്കിൽ ആ പടച്ച റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവനാണ് നമ്മെ ഉണ്ടാക്കിയത്, അവൻ നമ്മെ മരിപ്പിക്കും, അവൻ നമ്മെ ഖബറിൽ കൊണ്ടുപോകും, അവിടെ നിന്ന് അവൻ പരലോകത്ത് കൊണ്ടുപോകും, അവിടെ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കി വിചാരണയ്ക്ക് വിധേയമാക്കി നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവരെ നരകത്തിലേക്കും മാറ്റിപ്പാർപ്പിക്കുമ്പോൾ ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എവിടെ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ വെച്ച് വിലപിക്കുന്നവരാകരുത് നമ്മൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഖുർആനിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്ന്, ഇന്ന സുഹൃത്താണ് കേടുവരുത്തിയത് എന്ന്, പണ്ഡിത നേതാക്കന്മാരാണ് കേടുവരുത്തിയത് എന്ന് ഒരു ജീവിതം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഏറ്റവും നല്ല ബോധമുള്ളവരായി തിരിച്ചു വരാമെന്ന് അവിടെ വെച്ച് വിലപിക്കുന്ന കരയുന്നവരായി മാറാതിരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് നൽകിയതാണ് ഈ ധന്യമായ ജീവിതം. പണമുണ്ടാക്കാൻ മാത്രമുള്ളതല്ല, സൗകര്യമുണ്ടാക്കാൻ മാത്രമുള്ളതല്ല, സുഖിക്കാനും ആനന്ദിക്കാനും ഉല്ലസിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല. ഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണം വരും മുമ്പ് നിന്റെ ജീവിതത്തെ, നിന്റെ യൗവനത്തെ, നിന്റെ സമ്പത്തിനെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ ഒഴിവ് സമയത്തെ പരലോകമോക്ഷത്തിന് വേണ്ടി നീ ഉപയോഗിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉപദേശിക്കുമ്പോൾ സഹോദരന്മാരെ, നന്മകളാണ് വിജയിക്കാനുള്ള മാർഗം. ഖബറിലെ വിജയം നന്മയുടെ രഹസ്യമാണ്, പരലോകത്തെ വിജയം നന്മയിലൂടെയാണ്, സ്വർഗം ലഭിക്കുന്നത് നന്മയിലൂടെയാണ്. ഫഅമ്മല്ലദീന സുഇദു ഫബിൽ ജന്നതി ഖാലിദീന ഫീഹാ മാദാമത്തിസ് സമാവാതു വൽ അർദ്, സൗഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് സ്വർഗം ലഭിച്ചവരാണ്. ഇവിടുത്തെ പ്രൊഫഷൻ, ഇവിടുത്തെ സമ്പത്ത്, ഇവിടുത്തെ സ്റ്റാറ്റസ്, ഇവിടെ നമുക്കുള്ള പ്രശസ്തിയും പ്രൗഢിയും ഇന്ന് നമ്മൾ മരിച്ചാൽ അതിന് മങ്ങലേൽക്കുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞാൽ ലോകം നമ്മെ മറക്കുകയാണ്. നാമുള്ള ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി പുറത്താക്കപ്പെടുകയാണ്. അങ്ങും ഇങ്ങുമായി ആരുടെയെങ്കിലും ഒക്കെ ഗാലറിയിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവർ ഇയാൾ മരിച്ചല്ലോ എന്നും പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുകയാണ്. അന്ന് നാം ഖബറിൽ തനിച്ചാണ്. അന്ന് നമ്മുടെ കൂടെ എന്താണുള്ളത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ മനസ്സ് നമ്മളോട് മന്ത്രിക്കും. ഏകാന്തതയിൽ ഞാൻ മാത്രം ഫേസ് ചെയ്യേണ്ട ഈ വലിയൊരു ക്രൈസിസിനെ നേരിടാനുള്ളത് ഞാൻ ഒരുക്കിയില്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോകുമെന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് തിന്മകൾ ഉപേക്ഷിക്കുന്നത്. അവിടെ നിന്നാണ് ആർത്തി ഇല്ലാതാകുന്നത്. അവിടെ നിന്നാണ് ഹറാമുകൾ വെടിയാൻ സാധിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ എന്തിന് നിസ്കരിക്കണം, ഞാൻ എന്തിന് നോമ്പ് നോൽക്കണം, ഞാൻ എന്തിന് ദാനം ചെയ്യണം, ഞാൻ എന്തിന് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകണം എന്ന ആ ചോദ്യത്തിന് ആൻസർ ലഭിക്കുന്നത് ആ ചിന്തയിൽ നിന്നാണ്. ഈ പ്രൊഫൈസ് ഇവിടെ കൊടിയിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളകങ്ങളിലേക്ക് കോരിയിട്ട നിരവധി ആശയങ്ങളും സന്ദേശങ്ങളും ഉണ്ട്. അതിലേറ്റവും വലിയ സന്ദേശമാണ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ പടച്ച റബ്ബിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഉണ്ടാക്കി വെച്ചത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. നമ്മുടെ പരലോകം അതിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. നമ്മുടെ നരകത്തിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. നമ്മുടെ സ്വർഗത്തിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി തിന്നോളൂ, കുടിച്ചോളൂ, ആസ്വദിച്ചോളൂ എന്ന് അല്ലാഹു സ്വർഗ്ഗക്കാരോട് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് ആർജവമുള്ള, തന്റേടമുള്ള, ബോധമുള്ള, ഈമാനുള്ള, മരിക്കണമെന്ന ചിന്തയുള്ള, നല്ല തഖ്വയും ബോധവുമുള്ള മുഅ്മിനീങ്ങളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുകയും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.